പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഈവനിങ് റൂട്ടീൻ കാണിച്ചു കേട്ടോ. പല ദിവസവും പല രീതിയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈവനിങ് എങ്ങനെയാണ് അത് നിങ്ങളും കൂടെ കാണിച്ചു തരാൻ വെച്ചു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം അലാറം വെച്ചിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും ജോക്കുട്ടൻ വരാൻ സമയമാവും. ഒരു 3:45 4 മണിയാകുമ്പോൾ ആവും വരും. ചിലപ്പോൾ ഉറങ്ങിപ്പാലോ എന്ന് വിചാരിച്ച് ഞാൻ അലാറം വെച്ചിട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് വരുന്നത്. അങ്ങനെ അവൻ വന്നു. പിന്നെ വന്നിട്ട് അവൻ പിന്നെ കുളിക്കാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോഴത്തേനും ഞാൻ അവൻ്റെ പിന്നെ ലഞ്ച് ബാഗിൻ്റെ അകത്ത് ഇരുന്ന ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഇതെല്ലാം എടുത്ത് ഒക്കെ വെച്ച് എല്ലാം കഴുകിയൊക്കെ വെക്കണമല്ലോ. അങ്ങനെ എടുത്ത് എല്ലാം കഴുകിയൊക്കെ വെച്ചു. അപ്പോഴത്തേനും അവൻ കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ അവന് ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കും. അവന് വേറെ ഒന്നും വേണ്ട, ബിസ്ക്കറ്റാണെങ്കിൽ കഴിക്കും. അന്നേരം വയറുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞ് എന്താണെന്നറിയില്ല, വയറുളുക്കിയതാണോ എന്തോ, വയറിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വേദന എടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോന്തയൊക്കെ ഇങ്ങനെ കിണുങ്ങി നടക്കുകയാണ്. അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തു. അവന് ഏറ്റവും ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് പിന്നെ ഹൈഡ് ആൻഡ് സീക്കും ഡാർക്ക് ഫാൻറ്റസിയൊക്കെ. ഇപ്പം കഴിക്കുന്ന ഹൈഡ് ആൻഡ് സീക്ക് എങ്ങനെ കഴിക്കുമോ എന്തോ, എന്തൊരു കയ്പുള്ള ബിസ്ക്കറ്റാണ്. എന്നാലും ഇങ്ങനെ കിണിക്കൊണ്ടൊക്കെ ഇരുന്ന് അത് കഴിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ചോറ് പൊരിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. നമ്മൾ 2 ദിവസത്തേന് ചോറ് വെക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇന്ന് വൈകിട്ട് കഴിക്കാനുള്ളത് എടുത്ത് ഞാൻ ഇതാക്കുവാണ്. അപ്പോഴത്തേന് അച്ചാച്ചൻ വന്നു. ഇന്ന് അച്ചാച്ചൻ നേരത്തെ വന്നു. എന്നും വരുമ്പോൾ 7 മണിയൊക്കെ അവന് നേരത്തെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അവന് വയറുവേദന എടുക്കുന്നത്. അങ്ങനെ അവൻ്റെ അടുത്ത് പോയി കുസ്തി പിടിക്കുക. പിന്നെ ഞാൻ ചായയൊക്കെ വെക്കാൻ വേണ്ടി പോയി. എന്നും താമസിച്ചാണ് ചായ കുടിക്കുന്നത്. ഇന്നെന്തായാലും അച്ഛൻ നേരത്തെ വന്നത് നേരത്തെ ചായ കുടിക്കാമെന്ന് വെച്ചു. കുറച്ച് ഏത്തയ്ക്കാപ്പം കൊണ്ടുവന്നായിരുന്നു. അപ്പം ഏത്തയ്ക്കാപ്പം എടുത്ത് ചായ എടുത്ത് അവിടെ വന്നിരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അത് കുടിക്കാനിങ്ങനെ ഇരുന്നു. അപ്പോൾ ജോക്കൂട്ടനോട് ചോദിച്ചപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മതി അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. പിന്നെ ചൂട് ഏത്തയ്ക്കാപ്പം വരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചു. അപ്പോൾ ചായ അവനെ ചൂടാറാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചു. കുഞ്ഞാണ് മുറ്റത്തേക്ക്, അതുകൊണ്ട് അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന അവനെ നോക്കുന്നുണ്ട്. കണ്ണ് വെട്ടിയാൽ അവൻ റോഡിലോട്ട് ചാടും. അങ്ങനെ അച്ഛൻ അവൻ്റെ അടുത്തോട്ട് എഴുന്നേറ്റ് പോയതാണ്. അപ്പോഴത്തേന് പിന്നെ കുഞ്ഞും കയറി വന്നു. അപ്പോഴത്തേന് 2 ബിസ്ക്കറ്റും കൂടി ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. നല്ല ചായക്കകത്ത് ഇങ്ങനെ മുക്കി ബിസ്ക്കറ്റ് കഴിക്കാൻ നല്ല എന്തോ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനെ അവൻ കയറി വന്ന് അവൻ ബിസ്ക്കറ്റ് ചായയിലിട്ട് മുക്കിയിട്ട് പിന്നെന്തോ അവൻ ബിസ്ക്കറ്റിലെടുത്ത് ചായയിലോട്ട് അങ്ങിടും. മുക്കിയിട്ട് കഴിക്കത്തില്ല, നമ്മുടെ ചായയിൽ അതങ്ങിടും. പക്ഷേ ലാസ്റ്റ് ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുടിക്കാൻ. അങ്ങനെ മുക്കി ആ ഒരു ബിസ്ക്കറ്റ് ഇരുന്നത് എൻ്റെ ചായക്കകത്തങ്ങിട്ട് കണ്ട ചായയിലോട്ടങ്ങിട്ട്. അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മേള പിള്ളേരുമായിട്ട് ഇങ്ങനെ ഞാൻ പിന്നെ ആ ചായ കുടിക്കുവാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ബിസ്ക്കറ്റ് ഇങ്ങനെ ചായ കുടിക്കാൻ. അതൊക്കെ കുടിച്ചിട്ട് പിന്നെ എന്താണ് അച്ചാച്ചൻ പിന്നെ കൊച്ചിന് മുട്ട കൊടുക്കാൻ നടക്കും. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം പറഞ്ഞ് ഞാൻ പിന്നെ മുറ്റത്തൂടെ നടന്ന് മുട്ട വാട്ടിയിട്ടായിരുന്നു. പിന്നെ അത് കൊടുത്തു. ഭയങ്കര പാടാണ് എന്തെങ്കിലും തെറ്റിക്കാൻ. അതിങ്ങനെ കൊണ്ട് നടന്ന് അത് കൊടുത്തു. പിന്നെ അച്ചാച്ചൻ ഷേവ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ. അച്ചാച്ചൻ ഷേവ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവന് ഭയങ്കര പേടിയാണ്. മുഖത്ത് ഇത് തേച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് ഭയങ്കര പേടിയാണ്. അങ്ങനെ അതിങ്ങനെ അച്ഛൻ അടുത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ മാറി പോവാണ്. അത് ഷേവ് ചെയ്ത് കഴിയുന്നിടം വരെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്താണെന്നറിയത്തില്ല, ഭയങ്കര പേടിയത്. അതിന് ഞാൻ പിന്നെ കപ്പ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരുന്നു. അതടുത്ത് വെച്ചു. അപ്പോഴത്തേന് പപ്പ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഓടിപ്പോയി പപ്പയുടെ വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി. അങ്ങനെ കയറിപ്പോയി അതിൻ്റെ അകത്ത് ഇരുന്ന് ഇരിക്കുന്ന എണ്ണ അങ്ങനെ ഇരിക്കുന്ന പോലെ കയറിപ്പോയി അതിൻ്റെ അകത്ത് ഇരുന്നു. ഞാൻ പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നു, തുണി കഴുകാൻ വേണ്ടി പോയി. അപ്പം ജോക്കൂട്ടൻ്റെതും അച്ചാച്ചൻ്റെതും കഴുകണമായിരുന്നു. അങ്ങനെ അത് കഴുകാൻ വേണ്ടി പോയി. പിന്നെന്താണ് കപ്പയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ തേയിലവെള്ളം വേണമെന്ന് പറഞ്ഞു. പുഴുങ്ങിയ കപ്പയും തേയിലവെള്ളവും കാന്താരിമുളകും ഒക്കെ കഴിക്കാൻ നല്ലതല്ലേ. അങ്ങനെ തേയിലവെള്ളം ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയിരുന്ന് അത് കപ്പ പുഴുങ്ങിയതും കാന്താരിമുളകും തേയിലവെള്ളവും എല്ലാം കൂടെ കുടിച്ചു കേട്ടോ. നല്ലതാണ് കപ്പ പുഴുങ്ങിയതും കാന്താരിമുളകും ഒക്കെ തിന്നാൻ എന്താണ് ടേസ്റ്റ്. അത് ഇഷ്ടമല്ലാത്ത ആരും ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈവനിങ്. അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, ഡിന്നർ അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ഈവനിങ് കുറച്ച് സമയത്ത് ഇത് മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.